ഹലോ ഗായ്സ്, അച്ഛൻ്റെ കുഞ്ഞു ലോകത്തിലേക്ക്, അതായത് സ്മാർട്ട് വേൾഡ് ബൈ അച്ഛൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ തോരനാണ്. അപ്പോൾ ഇന്നൊരു നൊസ്റ്റാൾജിക് ഫുഡെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ ഈ സംഭവം കണ്ടു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അമ്മമ്മ കൊണ്ടുവന്നിരുന്ന ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പെട്ടെന്ന് നോക്കിയപ്പോൾ അമ്മ ഉണ്ടാക്കി തരാനായിട്ട് ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ അമ്മ ഇങ്ങനെ തലയും പാലും കളയാണ് ഉണക്കച്ചെമ്മീൻ്റെ. അപ്പം അമ്മനോട് പറഞ്ഞു എന്നാൽ ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മനോട് ഞാൻ പറഞ്ഞു, അമ്മ ക്ലീൻ ചെയ്ത് തന്നാൽ മതി, ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി, ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പാവട്ട അമ്മ വേഗം എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഉണക്കച്ചെമ്മീനൊക്കെ എടുത്ത് നന്നാക്കാനിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ ഒപ്പം കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടാളും കൂടെ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണ് കേട്ടോ. അങ്ങനെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന്, അതായത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പറയുക, തലയും പാലും കളഞ്ഞ ഉണക്കച്ചെമ്മീൻ ഒന്ന് കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല മണ്ണോ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കഴുകി വാരി വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം ഒന്ന് തോരനാണല്ലോ വയ്ക്കുന്നത്, തോരനോ ചമ്മന്തിന്നോ അങ്ങനത്തെ ആ ഒരു ടൈപ്പ്. അപ്പോൾ ഇത് ഒന്ന് ലൈറ്റ് കളറായിരിക്കും. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്രൗൺ റെഡിഷ് എന്നൊക്കെ ആ ഒരു ടൈപ്പിലേക്ക് നമുക്കത് ഉണക്കച്ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി ഒരു റോസ്റ്റ് ചെയ്തിട്ട് നമ്മൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കണം. മസാല എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇതാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൊച്ചുള്ളിയാണ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, പേസ്റ്റ് രൂപത്തിലാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു രണ്ട് മിക്സിയിലിട്ടിട്ട് ചെറിയൊരു ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ക്രഷ് ചെയ്ത ഈ പേസ്റ്റ് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലത്തെ എല്ലാത്തിൻ്റെ ഒരു പച്ച മണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഈ ഒരു തോരൻ അല്ലെങ്കിൽ ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ അധികം ചോറ് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള ഫുഡ് നമ്മൾ വയറ് നിറയെ കഴിക്കാമെന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലാണ് ഇതിന്. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുതരും. അവിടെ പുഴയുടെ സൈഡിൽ, പുഴയുടെ അടുത്തായാണ് വീടുള്ളതുകൊണ്ട് അവിടെ കൂടുതലും നമുക്ക് മീനുകൾ ഓരോന്ന് കിട്ടും. അപ്പോൾ പുഴമീൻ എന്ന് പറയുമ്പോൾ ചെമ്മീൻ അവിടെ അങ്ങനെ നമ്മൾ പച്ചക്ക് കിട്ടുമ്പോൾ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുതരാം, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുക നല്ല കുറച്ച് ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അത് കുറച്ച് കറിക്കും വറക്കാൻ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കഴുകി ഉണക്കാൻ വയ്ക്കും. ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഉണക്കാൻ വയ്ക്കും. അപ്പോൾ ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെമ്മീൻ കിട്ടാത്തപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാറുകറി വയ്ക്കാനോ ചമ്മന്തി വയ്ക്കാനോ ഇതേപോലെ ചെമ്മീൻ തോരനോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ചെമ്മീൻ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് ഉണക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണക്കി വെക്കണോണ്ട് തന്നെ നമുക്കിതേപോലെ നൊസ്റ്റാൾജി വരുമ്പോൾ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റും.
അപ്പോൾ നമുക്കിതിലേക്ക് അപ്പോൾ എന്താ പറയുക, ഞാൻ കഥ പറഞ്ഞു പോവാണ്. അപ്പോൾ എന്താ പറയുക, ഈ ക്രഷിൽ നല്ലോണം എന്താ പറയുക, പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എന്താ ചെയ്യുക, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, മസാലയ്ക്ക് ആദ്യം നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാലും കൂടി പോകാതിരിക്കാൻ ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ കുക്ക് ചെയ്യാൻ അറിയാത്തവർ അല്ലെങ്കിൽ പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് എന്താ പറയുക, കുറച്ച് ഇട്ട് കൊടുത്താൽ ഉപ്പ് കൂടിപ്പോയല്ലോ എന്നുള്ളൊരു പരാതി പോവും. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ക്രഷ് ചെയ്തെല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മസാല ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് മസാലയും ഉണക്ക ചെമ്മീനും കൂടെ, റോസ്റ്റ് ചെയ്ത ഉണക്ക ചെമ്മീനും കൂടെ എല്ലാം കൂടെ എന്താ പറയുക, മിക്സ് ചെയ്ത് നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ചാവണം. നല്ലൊരു സ്മെല്ലാണ് ഇത് ഉണ്ടാക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്താ പറയുക, വേറെ ഒരു കറി എന്ന് പറഞ്ഞാൽ ഒരു കറിയും വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരിത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ, അങ്ങനെ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ കൊച്ചു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ അടുത്ത ഒരു വീഡിയോയിലേക്ക് എന്താ പറയുക, ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീൻ തോരൻ ഓൾമോസ്റ്റ് റെഡിയാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, വേറെ അമ്മയ്ക്കും അതേപോലെ ചേച്ചി, അങ്ങനെ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുമ്പോൾ നല്ലതാണ്, കുഴപ്പമില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസം, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക, കുക്കിംഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മസാലകൾ, ഉപ്പ് അതൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുക്കിങ്ങിൽ പാകപ്പിഴകൾ വരുമ്പോൾ നമുക്ക് എന്നത് കുറയ്ക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കേട്ടോ കുക്കിംഗ് പഠിച്ചത്. കുറച്ച് ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്ത്, ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിന് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കും. ആദ്യം ഉണക്കച്ചെമ്മീനിലിട്ടു, റോസ്റ്റ് ചെയ്യണയിൽ, പിന്നെ മസാലയിലിട്ടു, ഇപ്പം മൂന്നാമത്തെ മിക്സിങ്ങിലിട്ടു. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഇത് പാകമാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെയാണ് ഈ ഉണക്കച്ചെമ്മീൻ തോരൻ്റെ എന്താ പറയുക ഒരു കഥ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നതും, അങ്ങനെ അമ്മനെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയതും, അങ്ങനെ ഞാൻ ഈ ഉണക്കച്ചെമ്മീൻ തോരൻ ഉണ്ടാക്കിയതും ഒക്കെ എന്താ പറയുക, ഭയങ്കര രീതിയിൽ എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് കിട്ടി എനിക്കിന്ന്. അങ്ങനെ എന്താ പറയുക, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.